7.5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് 144 കോടിയിലേറെ ഇന്ത്യൻ പൗരത്വമുള്ള ജനതതികൾക്ക് ഈ ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ അടിത്തറയിൽ ജീവിതം പണിതുയർത്തിയിട്ടും ചിലർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കപ്പെട്ട ഭരണഘടനയുടെ അവകാശങ്ങൾ ചില വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്നതിൻ്റെ പേരിൽ അതിജീവനത്തിന്റെ സാധ്യത നഷ്ടപ്പെടുന്ന വഖഫ് ബോർഡിന്റെ കരിനിയമങ്ങൾക്ക് ഇരയായി തീർന്നുകൊണ്ടിരിക്കുന്ന മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ വിവിധ സന്യാസ സമൂഹങ്ങളുടെ മേലധികാരികളുടെ സംഘടനയാണ്. CRI കോൺഫറൻസ് ഓഫ് റിലീജിയസ് ഇന്ത്യ എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സിസ്റ്റർ ആർദ്ര SIC ഉൾപ്പെടെ ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് എറണാകുളത്ത് POCയിൽ മീറ്റിംഗ് കൂടി വഖഫ് അധിനിവേശത്തിന്റെ കരിനിയമങ്ങൾ പൊളിച്ചെഴുതുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഈ സമരപ്പന്തലിലെത്തി ഇവിടെ അതിജീവനത്തിനായി സമരം ചെയ്യുന്ന സാധുക്കളായ ഈ നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. ഇന്ന് കേരളവും ഭാരതവും മാനവികതയായി ആദരിക്കുന്ന ലോകം മുഴുവനും വഖഫ് അധിനിവേശത്തെ ഒരു ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 മാസത്തിലധികമായി ഈ ജനം ഇവിടെ മാറി മാറി പട്ടിണിയിരിക്കുകയാണ്. ഇവർ അനുഭവിക്കുന്ന വിശപ്പ് എന്ന് പറയുന്നത് ഇവർ വിലയ്ക്ക് വാങ്ങിയ വിശപ്പല്ല. ഇവർ അനുഭവിക്കുന്ന വിശപ്പിന്റെ കാരണം ഇവരുടെ അരിപ്പാത്രം കട്ടുകൊണ്ടുപോയതിന്റെ നൊമ്പരം കൊണ്ടുണ്ടായ വിശപ്പാണ്. ഇവിടെ ജീവിക്കാനായി അവകാശമുള്ള ഒരു ജനം ഇവിടെ കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി പണിയെടുത്ത് അധ്വാനിച്ച് വില കൊടുത്തു വാങ്ങിയ ഭൂമി അത് കണ്ടപ്പോൾ അത് എനിക്ക് വെള്ളം എന്ന് കരുതി വഖഫ് അധിനിവേശത്തിന്റെ ഇരകളായി മാറിയതിന്റെ പേരിൽ, വഖഫ് കരിനിയമങ്ങളുടെ പേരിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടവരുടെ വരാൻ പോകുന്ന ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പട്ടിണി സമരമാണ് ഇവിടെ ഈ വഖഫ് നിയമം പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പന്തലിൽ, ഈ സമരപ്പന്തലിൽ നടക്കുന്നത്. ജനാധിപത്യ മര്യാദയനുസരിച്ച് ഭരണഘടനയുടെ അവകാശത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശം അത് കിട്ടുന്നത് വരെ സമരം ചെയ്യും ഞങ്ങൾ എന്ന് പറയുന്ന ഈ മുനമ്പം ജനതയോട് കേരള കത്തോലിക്ക സന്യാസ സമൂഹങ്ങൾക്കുള്ള ആദരവും അഭിവാദ്യവും സഹബോധവും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു നല്ല കൈ കഴിച്ചുകൊണ്ട് നമുക്ക് CRI നമ്മുടെ മുനമ്പം ജനതയോട് നമ്മൾ അഭിവാദ്യം പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ മതേതര ബോധമുള്ള മുസ്ലിം മത നേതാക്കളിൽ കുറച്ചുപേർ അവരുടെ മറ്റ് മതസ്ഥരോടൊപ്പം ഇവിടെ വരികയും ഈ മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അവര് പറഞ്ഞു, ഞാൻ ആ പ്രസംഗം സശ്രദ്ധം കേൾക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് തന്നെ. അതിൽ മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ചത് മുനമ്പത്ത് നിന്നൊരിക്കലും മുനമ്പം ജനതയെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നാണ്. ആ പ്രസംഗം കേട്ട് ഇവിടെ ഇരുന്ന് പലരും കൈയടിക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞത് ഇവിടെ ഈ സമരം നടത്തുന്ന ജനതയോടാണ്. എനിക്ക് അതേ നേതാക്കളോട് ആദരവോടെ എനിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം സമൂഹത്തിലെ അതേ നേതാക്കളോട്, ഇവിടെ വന്ന അതേ നേതാക്കളോട് എനിക്ക് ആദരവോടെ ചോദിക്കാനുള്ളത്, ഇവിടെ വന്ന ക്രൈസ്തവ പുരോഹിതരുടെയും ഹൈന്ദവ മത നേതാക്കളുടെയും കൂടെ നിങ്ങൾ ഒരുമിച്ചാണ് വന്നത്. 3 മത നേതാക്കളുടെ ഒരുമിച്ചാണ് വന്നത്. ആ 3 പേരും കൂടി ഒരുമിച്ച് വഖഫ് ബോർഡിന് മുമ്പിൽ ചെല്ലുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ അതെല്ലാം ചാനലുകാരൊക്കെ ഇതുപോലെ എല്ലാവരും എടുത്ത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു, എല്ലാ പത്രങ്ങളിലും വന്നു, ചാനലുകളിൽ വന്നു. ഇവിടെ വന്ന് ഈ സമരം ചെയ്യുന്നവരോട് അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ വഖഫ് ബോർഡിനോട് എന്ത് പറയും? അതേ സമരത്തിന്റെ പിറ്റേ ദിവസമാണ് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞത് മുനമ്പം ജനതയെ കുടിയിറക്കും എന്ന് പറഞ്ഞത്. എനിക്ക് ആദരവോടുകൂടി എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വഖഫ് ബോർഡിനോട് എന്താണ് പറയുന്നത്? ഇവിടെ വന്ന് ഈ ജനതയോട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വഖഫ് ബോർഡിനോട് പറഞ്ഞോ? എങ്കിൽ അതിന്റെ കൂടി വീഡിയോ എടുത്ത് വാർത്ത പുറത്തുവിടണം. എന്നാലല്ലേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു സമത്വമുള്ള ഒരു സംവാദ സാധ്യത ഉണരുകയുള്ളൂ.
അതുപോലെ തന്നെ ഇലക്ഷന്റെ തലേ ദിവസം ഓടിപ്പടച്ച രാഷ്ട്രീയ നേതാക്കൾ ക്രൈസ്തവ മത നേതാക്കളെ പലയിടങ്ങളിൽ പോയി കണ്ടു കെട്ടിപ്പിടിക്കുന്നതും സ്തുതി കൊടുക്കുന്നതും ഒക്കെ കണ്ടു. ആദരണീയനായ മുഖ്യമന്ത്രി ആലുവയിൽ വെച്ച് ഈ സമരത്തിന്റെ നേതാക്കളെ വിളിച്ചു കാണുന്നതിന്റെ ചിത്രങ്ങൾ പത്രത്തിൽ കണ്ടു. എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിക്കാം എന്നാണ് പത്രങ്ങളിൽ ടൈറ്റിൽ വന്നത്. എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഇതേ മുഖ്യമന്ത്രി വഖഫ് ബോർഡിനോട് എന്താണ് പറയുന്നത് എന്നുള്ളത് ഇതുപോലെ തന്നെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ക്രൈസ്തവ നേതാക്കളോട്, ഈ മുനമ്പം ജനതയുടെ പ്രതിനിധികളോട്, സമര പ്രതിനിധികളോട് സംസാരിച്ചതുപോലെ തന്നെ, അത് പുറത്തുവിട്ടതുപോലെ തന്നെ വഖഫിനോട് സംസാരിക്കുന്നത്, വഖഫ് ബോർഡിനോട് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പുറത്തുവിടുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കള്ളക്കളികൾ തിരുത്തി എഴുതാനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തിരിച്ചു വന്ന് എല്ലാവർക്കും ഒരുപോലെ ഇവിടെ അതിജീവനത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാനവികതയുടെ സൗമനസ്യം ചേർത്ത് വെച്ചുകൊണ്ട്, മാനവികതയുടെ മതേതര ബോധം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കൈകോർത്ത് മുന്നോട്ട് നീങ്ങാം. ആരും ആരുടെയും അവകാശപ്പെട്ടത് തട്ടിയെടുക്കണ്ട. ഓരോരുത്തരും അവനവനെ അർഹിക്കുന്നത് മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കട്ടെ എന്ന് പരസ്പരം പറഞ്ഞ് മതേതര ഭാരതത്തെ, മതേതര കേരളത്തെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ കൊണ്ട് നമുക്ക് ഊട്ടി ഉണർത്താം. അതിന് ഈ മുനമ്പം സമരം ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മുനമ്പം നിവാസികളിൽ നീതി ലഭിക്കുന്ന അവസാനത്തെ ആളിന് നേരെ നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.